അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ 11ാമത്തെ നോമ്പുതുറയുടെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോവാം. ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മസാല പുരട്ടി വെക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു തക്കാളി, ഒരു മീഡിയം സൈസ് വലിയുള്ളി, കുറച്ച് വെളുത്തുള്ളി, മല്ലിയില എന്നിവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂണ് മുളക് പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, അതുപോലെ ബിരിയാണി മസാല എന്നിവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് പെരിഞ്ചീരകവും ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് നമുക്ക് സുർക്കയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് കുരുമുളകും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചിക്കനിലേക്ക് ഇട്ടൊന്ന് മസാല പുരട്ടി വെക്കാം. അപ്പോൾ നമ്മൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് സ്നാക്സിൻ്റെ പരിപാടിയിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ ബ്രെഡ് പോളയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചെടുത്തതിന് ശേഷം വലിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി എന്നിവ ചോപ്പ് ചെയ്ത് ചേർത്തെടുക്കാം. അതിനുശേഷം കറിവേപ്പില ചേർത്തെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ചേർത്തെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, അതുപോലെ ഗരം മസാല എന്നിവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ടിട്ട് വേവിച്ചെടുത്ത ചിക്കന് പീസാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു 1/4 കപ്പ് മിൽക്കും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. ഇനി നമ്മൾ ബ്രെഡ് പോളയിലേക്കുള്ള ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഇത് തയ്യാറാക്കാനുള്ള പാനും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ഈ ബാറ്ററിൽ ബ്രെഡ് ഡിപ്പ് ചെയ്തിട്ട് പാനിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ ബ്രെഡ് ഡിപ്പ് ചെയ്തിട്ട് പാനിലേക്ക് വെച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ബ്രെഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കനിൻ്റെ മസാല ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഒരു ലെയർ ബ്രെഡും കൂടെ എഗ്ഗിൽ ഡിപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എഗ്ഗ് തികയാത്തതിന് കാരണം കുറച്ച് ബാലൻസ് വരില്ല എന്ന് കരുതി ഞാൻ ഒരു എഗ്ഗും കൂടെ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ ഇത് മുകൾ ഭാഗം നന്നായി പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ബാലൻസ് വന്നിട്ടുള്ള എഗ് മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വെക്കാം. ഒരു മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു ഫ്രൈ പാനിൻ്റെ മുകളിലേക്കായി വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ജ്യൂസ് അടിക്കാനാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് അടിക്കുന്നത് കക്കരിക്ക ജ്യൂസാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 കക്കരിക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടെടുക്കാം. 2 തവണയായിട്ടാണ് അടിച്ചെടുക്കുന്നത്. അതിലേക്ക് കുറച്ച് കട്ട പാല് ചേർത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് അടിച്ചെടുക്കുകയാണ്. ഇനി രണ്ടാമത്തെ ട്രിപ്പിലാണ് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് അടിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ജ്യൂസിൻ്റെ പരിപാടികൾ കഴിഞ്ഞിറങ്ങി കേട്ടോ. ഇനി ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ടിത് മാറ്റി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. മഴയൊക്കെ ചോർന്നതിന് ശേഷം മക്കളൊന്ന് പുറത്തിറങ്ങി. നല്ല കാറ്റ് വീശുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെക്കാനുള്ള സമയമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് ചെറുതായിട്ടൊന്ന് ഡിസൈൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ പരിപാടിയും നമ്മുടേത് കഴിഞ്ഞു. ഇതേ സമയം നമ്മുടെ പോള റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു പാനിലേക്ക് ഇട്ടിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് മൊരിയിച്ചെടുക്കണം. അതേസമയം ചോറിനുള്ള വെള്ളവും അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ പോള മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. പക്ഷെ ഞാൻ ചൂടാറിയതിന് ശേഷം അല്ല കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അതിനുള്ള ടൈമില്ല ചൂടാറാൻ വെക്കാനുള്ള. അപ്പോൾ നമുക്കിത് ഇനി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതും കട്ട് ചെയ്ത് വെച്ചു. ഇനി ജ്യൂസും അതുപോലെ ഗ്ലാസും കാര്യങ്ങളും ഒക്കെ എടുത്ത് വെക്കാണ്.
ബാങ്ക് കൊടുക്കാൻ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ജ്യൂസൊക്കെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് വെക്കാണ് കേട്ടോ. നമ്മളെ ചോറ് വെന്തിട്ടുണ്ട്. ഇനി അത് ഊറ്റി വെക്കുകയാണ്. പിന്നെ രാത്രി കഞ്ഞിയും അതുപോലെ ചിക്കൻ പൊരിയും മാങ്ങ ചമ്മന്തിയാണ് കേട്ടോ കരുതിയിട്ടുള്ളത്. അപ്പോൾ അതിലേക്കുള്ള മാങ്ങ ചമ്മന്തി റെഡിയാക്കുകയാണ്. നമ്മൾ തറാവീഹൊക്കെ കഴിഞ്ഞിട്ട് ഉണ്ടാക്കുമ്പോൾ ടൈം ഉണ്ടാവില്ല. നമ്മൾ അപ്പോഴേക്കും ഇത് സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് മാങ്ങ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ അടിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക്